ഹലോ മൈ ഡിയേഴ്സ്, ഐ ആം മിസ്ബാ സലാം, ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്. കഴിഞ്ഞ ദിവസം ദുബൈയിൽ വെച്ചാണ് അവിടുത്തെ ഒരു മാളിൽ 5 ദിർഹംസിൻ്റെ ഒരു ഓഫർ കണ്ടത്. 30 ദിർഹംസിൻ്റെ ലേഡീസ് ഡ്രസ്സുകളും കിഡ്സ് ഫ്രോക്കുകളും വരെ 5 ദിർഹംസിന്, നട്ട്സും ന്യൂട്ടെല്ലയും ഒക്കെ വൻ ഓഫറിൽ. അന്വേഷിച്ചപ്പോഴാണ് അത് അവരുടെ വീക്കെൻഡ് ഓഫറാണെന്ന് അറിയാൻ പറ്റിയത്. 2023 തുടങ്ങിയപ്പോൾ മുതൽ അവർ പലതവണ വിജയകരമായി നടപ്പിലാക്കിയ ഓഫറാണത്രയത്. ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. 5 ദിർഹത്തിന് സാധനം വാങ്ങാൻ കയറുന്നവരെ ആകർഷിക്കുന്ന തരത്തിൽ വില കൂടിയ ഉൽപ്പന്നങ്ങൾ അവിടെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ചിലതൊക്കെ ഓഫറിൽ വാങ്ങി, അല്ലാത്തവ വലിയ വില കൊടുത്ത് വാങ്ങി ഇറങ്ങുകയാണ് കസ്റ്റമേഴ്സ്. നമ്മുടെ നാട്ടിലും മാളുകളിൽ ഇത്തരം മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരാറില്ലേ? അവിടെ കയറിപ്പറ്റാൻ വേണ്ടി ആളുകൾ തിക്കിത്തിരക്കി ക്യൂ നിൽക്കുന്നതിൻ്റെ വീഡിയോയും നാം കാണാറുണ്ട്. അതുപോലെ ബിഗ് ബില്യൺ ഡേയ്സും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ കൊറിയർ കമ്പനികൾക്കൊക്കെ തിരക്കോട് തിരക്കാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സെയിലുകൾ വരുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നത്? ദേ ആർ ക്രിയേറ്റിംഗ് എ സെൻസ് ഓഫ് എർജൻസി ആൻഡ് എക്സൈറ്റ്മെൻറ്റ് വിത്ത് ലിമിറ്റഡ് ടൈം ഓഫേഴ്സ്. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ, വേഗം വാങ്ങിയില്ലെങ്കിൽ തീർന്നു പോകും എന്നതുകൊണ്ട് ആദ്യം വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നു. ഇനി ഇതുപോലുള്ള സെയിൽ കൊണ്ട് ആർക്കാണ് നേട്ടം? ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. കസ്റ്റമേഴ്സിന് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. കച്ചവടക്കാർക്ക് തങ്ങൾ വില കുറക്കുന്നവയ്ക്ക് മാത്രമല്ല, ഇത്തരത്തിൽ സെയിൽ നടക്കുമ്പോൾ മൊത്തത്തിലുള്ള കച്ചവടവും കൂടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇത്തരം സെയിലുകൾ എങ്ങനെ ഏറ്റവും ഇന്നവേറ്റീവായി നടത്താമെന്ന് കണ്ടെത്തുക. നല്ല മാർക്കറ്റിംഗ് മൈൻഡുള്ളവർക്ക് നല്ല സെയിൽസും കൊണ്ടുവരാനാവും. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. സി യു നെക്സ്റ്റ് ഡേ.